Hi all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. The purpose of your soul, നിങ്ങളുടെ സോളിൻ്റെ പേർപ്പസ് എന്താണ്, ഇൻറ്റൻഷൻ എന്താ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ഞാനിവിടെ 3 ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഏത് പിക്ചറിനോടാണോ, ഏത് ഗ്രൂപ്പിനോടാണോ, നമ്പറിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യാം. അഗെയിൻ ഇത് ജനറിക് റീഡിംഗ് ആണ്, ബട്ട് ചില വാക്കുകൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷനെ പറ്റിയിട്ടായിരിക്കാം, ചില കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കാം, ചില കാര്യത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനുള്ള ഒരു ആൻസറും ആയിരിക്കാം. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കാർഡ് ചൂസ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. All right, let's start with group number 1. Hi, group number 1. ഗ്രൂപ്പ് നമ്പർ 1, എനിക്ക് നിങ്ങളുടെ ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം, വളരെ പ്യുവർ ആയിട്ടുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, വിലമതിക്കാനാവാത്തൊരു സ്റ്റോൺ വളരെ കാലം ഒരു മാലിന്യത്തിൽ കിടന്ന് പിന്നീട് അതിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഒരു പ്യുവർ ആയിട്ടുള്ള വേർഷനിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുന്നത് പോലെ, അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് കൂടുതൽ ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് ആക്ച്വലി നിങ്ങളുടെ റീഡിംഗ് കാണുന്ന സമയത്ത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കർമ്മ സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതൊക്കെ നിങ്ങളുടെ സോൾ ഒരുപാട് ഫെയ്ഡ് ആക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അത് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാണ്. സോ നിങ്ങൾ കൂടുതൽ നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്യുവർ ആയിട്ടുള്ള സോളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സോളിന്റെ ഏറ്റവും വലിയൊരു ഇന്റൻഷൻ. ആൻഡ് ആ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ഒരു ഗ്ലോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു പ്രകാശമാണ്, അതായത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്രകാശം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്. നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ഗ്രേറ്റ് ഇന്റൻഷൻ എന്ന് പറയുന്നതും അതാണ്, ഒരു പ്യുവർ ആക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, കഴിവോ ഒക്കെ ഉണ്ടാവുന്ന ആളുകളായിരിക്കാം. ഓക്കെ. സംസാരമായിരിക്കാം. നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ സംസാരവുമായിരിക്കാം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പവർ, സ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, അത് ഈവൻ നിങ്ങൾ മിസ്റ്റേക്സ് ആയിരിക്കാം പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഒരു ടൈമിൽ നിങ്ങൾക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ വാക്കുകൾ. ഓക്കെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ആളുകളോടൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളായിരിക്കാം. ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ സോളിനെ പറ്റി മനസ്സിലാക്കേണ്ടതും ഈ ഒരു കാര്യമാണ്. ഓൾറൈറ്റ്. ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. Examine what is causing you to feel this way exactly. സോ നിങ്ങളിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ സോളിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് പഠിക്കുക, മനസ്സിലാക്കുക, വിലയിരുത്തുക. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത്, അത് ചില ആളുകൾക്ക് വളരെ നല്ല കാര്യമായിരിക്കാം. ഓക്കെ. നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ദുഃഖത്തിന് കാരണമാക്കുന്ന ചില ആക്ഷൻസോ വാക്കുകളോ നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം, നിങ്ങൾക്ക് കോൺഷ്യസ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾ ഒരു റീസണും ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, മേ ബി ലൈക്ക് നമ്മുടെ സോൾ ഒരുപാട് ജേർണി ചെയ്തിട്ടാണ് ഈ ഒരു ബർത്തിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെ? സോ പലപ്പോഴായിട്ട് നമ്മൾ കണക്ട് ചെയ്തതോ ചെയ്തു പോയിട്ടുള്ളതോ ആയിട്ടുള്ള കർമ്മയായിരിക്കാം. ഓക്കെ. സോ അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ തന്നെയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്.
ഓൾറൈറ്റ്. സോ നിങ്ങളെ കൂടുതൽ പഠിക്കുക, നിങ്ങളുടെ കർമ്മിക് സിറ്റുവേഷൻ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. പേർപ്പസ് പോലെ തന്നെ അത് നിങ്ങളുടെ ഒരു അനുഗ്രഹം കൂടിയാണ്. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കി തിരുത്തുന്ന സമയത്താണ്, അത് മനസ്സിലാക്കി നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു പ്രകാശം ഉണ്ടാവുന്നത്, നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് ഒരു ഗ്ലോ ഉണ്ടാവുന്നത്, സ്പാർക്ക് ഉണ്ടാവുന്നത്. ഒരു ബ്രൈറ്റ്നെസ് ഇതുപോലെ നിങ്ങളുടെ മുഖത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തെളിയുന്ന സമയത്ത് അത് നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു സ്റ്റോൺ പോലെ നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നുണ്ട്. അത് എത്ര ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചാലും, ഒരു ശരീരം കൊണ്ട് മറച്ചു വെച്ചാലും അതിന്റെ ഒരു പ്രകാശം അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു പറയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് അത്ര ഒരു ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോൾ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ഫെയ്ഡ് ആയിട്ടുണ്ട്, നിങ്ങളുടെ ചില പ്രവൃത്തികൾ, നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ്, നിങ്ങളുടെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു വേർഷൻ ഒരുപാട് ഫെയ്ഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് ക്ലെൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ അത് നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുക, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, വിലയിരുത്താൻ, നിങ്ങളെ തന്നെ കൂടുതൽ വിലയിരുത്താൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, the purpose of your soul. Tip number 1. What's the purpose of your soul? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ സോൾ ഇൻസ്പയർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം, സ്പെഷ്യലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ അതേ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജേർണിയിലുള്ള ആളുകൾ എങ്ങനെ ഗ്രോ ചെയ്തു, എങ്ങനെ ആ ഒരു ട്രാൻസ്മേറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളെ പോലും അറിയാതെ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് തരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളുടെ മാറ്റത്തിന് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്, നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങളെപ്പോലെ വീണ് പോയിട്ടുള്ള ആളുകള് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങളെപ്പോലെ പോയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകൾ ലൈഫിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം അൺഎക്സ്പെക്ടഡ്ലി കാണുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ അങ്ങനെ കാണുന്ന സമയത്ത്, നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ്. സോ ചില ആക്ഷൻസ് ഒക്കെ എടുക്കാൻ നിങ്ങൾ സ്വയം ഫോഴ്സ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതം നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ചില ആളുകൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ അറ്റൻഷൻ പോകുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ട്. പെട്ടെന്നായിരിക്കാം ചില ആളുകൾക്ക് ഈ ഒരു മാറ്റം നിങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആക്ഷൻ കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ എന്താണോ ചെയ്തത് അതേ കാര്യം തന്നെ നിങ്ങൾക്കൊരു കാര്യം എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ മേ ബി അത് നിങ്ങൾ സ്നേഹം കൊണ്ടായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട്, ഓർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാനിട്ടായിരിക്കാം. ഒരു അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കണം. എന്ത് കിട്ടുന്ന സമയത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം കൂടുതൽ നിങ്ങൾ പഠിച്ചാലേ, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് തോന്നാണ്, ചില ആളുകൾക്ക് ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടാരോട്ട് റീഡിംഗ് ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അല്ലെ. സ്പിരിച്വൽ ജേർണി, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു അവേക്കനിങ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നാച്ചുറലി ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നത്. നിങ്ങളുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സോൾ ക്ലെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളെ നിങ്ങൾ ഓൾറെഡി ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. അത്
അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ട് ഇൻസ്പയർഡ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചു വരാൻ തോന്നുന്നത്. സഡൻ ആയിട്ടുള്ള ഒരു സ്പാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക ഇൻ ദ സെൻസ് ലൈക്ക് നമുക്ക് കുറെ കാലം, കുറെ വർഷങ്ങള് നമുക്ക് നമ്മൾ എന്താന്ന് തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാന്ന് അറിയില്ല, നിങ്ങളുടെ പേരെന്താന്ന് അറിയില്ല, നിങ്ങളുടെ ഫാമിലി ആരാന്ന് അറിയില്ല, നിങ്ങൾ ആരൊക്കെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഒന്നും നിങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കും. ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് വിചാരിക്കും. ഒരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 10-30 വർഷമായിട്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ് നിങ്ങൾ എന്താന്നുള്ളത്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഒരു ലൈഫ് എന്താണ്, നിങ്ങൾ എന്താന്ന് കൂടുതൽ മനസ്സിലാവുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾ എക്സൈറ്റഡ് ആവും, എത്ര സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു നിമിഷം, അവിടെ നിങ്ങൾക്ക് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ ഒരിക്കലും പോവാൻ പാടില്ലാത്തതോ ചെയ്യാൻ പാടില്ലാത്തതോ പറയാൻ പാടില്ലാത്തതോ, എസ്പെഷ്യലി പറയാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് ലൈക്ക് നമ്മള് നമ്മുടെ ആക്ഷൻസ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച്, ആ ഒരു പെയിൻ, നിങ്ങളുടെ പെയിൻ എന്താന്നുള്ളത്, റിയൽ പെയിൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകള് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഹാബിറ്റ്സോ നിങ്ങളുടെ ശരീരം നോക്കിയിട്ടുള്ള രീതിയിലോ ഒക്കെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആളുകളെ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പിന്നീട് നിങ്ങൾക്ക് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്കൊരു കർമ്മയായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ സ്വയം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്വയം ലൈഫ് എൻഡാക്കാൻ നോക്കിയിട്ടുണ്ടായിരിക്കണം. ലൈഫ് നിങ്ങളുടെ ഫിസിക്കലി ശരീരത്തെ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, നിങ്ങളെ ഓർ മറ്റുള്ള ആളുകളെ നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ദേഷ്യം കൊണ്ടായിരിക്കാം, നിങ്ങളുടെ സങ്കടം കൊണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ദേഷ്യം വരുന്ന സമയത്ത്, വളരെ സങ്കടം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളും വാക്കുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെ, നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. നമ്മളുടെ പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, നമ്മുടെ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തായിരിക്കാം. സോ അങ്ങനത്തെ ഒരു വാക്കുകള്, നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകള് മറ്റുള്ള ആളുകളെ ആഴത്തിൽ ഹേർട്ട് ചെയ്തേക്കാം. ഓക്കെ, പക്ഷെ അതൊന്നും അറിയാതെയായിരിക്കും നമുക്കത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. വാക്കുകളായിരിക്കാം, ആക്ഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചെയ്തു പോകുന്നുണ്ടായിരിക്കുക. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് തന്നെ എന്നല്ല, ഇതുപോലത്തെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾ എന്തുകൊണ്ടാണോ സഫർ ചെയ്യുന്നത്, അതിനുള്ളൊരു സൊല്യൂഷൻ, അത് മാറ്റാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ഒരു സോളിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ എന്താന്നുള്ളത് കണ്ടുപിടിക്കുക, അതിന്റെ ക്വാളിറ്റി കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്യോർ ആയിട്ടുള്ള വേർഷനിലേക്ക്, അതിന്റെ മേലുള്ള എല്ലാ അഴുക്കും കളഞ്ഞ് അതിന്റെ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സോളിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അത് ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഓറ, നിങ്ങളുടെ എനർജി. Alright, group number 1. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എന്തെങ്കിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ജോബോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ചില കാര്യങ്ങൾ, നിങ്ങളുടെ സോളിന്റെ ചില പ്രത്യേകതകളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പേസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വാഹനമായിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. സോ നിങ്ങളുടെ സോള് കുറെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം പ്രകടമായിട്ടുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ തോട്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വളരെ സാധാരണമായിട്ട്
വളരെ സെൽഫ്ലെസ് ആയിട്ട്, അതായത് ഇങ്ങനെ ജോബ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാതെ ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങൾ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, നിങ്ങൾക്കൊരു ജോബ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് നീറ്റ് ആയിരിക്കില്ല, നിങ്ങളുടെ പ്ലേസ് ആയിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം, അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ ഒരു ചേഞ്ച് ആക്ച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്ലോലി ആ ഒരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ പ്രോസസ്സിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ചേഞ്ചസ്, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മണി ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന കർമ്മയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നതായിരിക്കാം, സന്തോഷം കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ, നിങ്ങളുടെ സറൗണ്ടിങ് കൂടുതൽ ഓർഗനൈസ്ഡ് ആവുന്നതായിരിക്കാം, കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഫൈനാൻഷ്യൽ ചേഞ്ച് അഗെയിൻ, the purpose of your soul. Tip number 1. Tip number 1. ഹയർ ലെവലിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സോളിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ്, ചോയ്സസ് ആൻഡ് മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, ടൈം എടുത്തിട്ടുണ്ടായിരിക്കണം ഒരുപാട്. ഓക്കെ, ഒരുപാട് ഇൻ ദ സെൻസ് ലൈക്ക് ചില ആളുകൾക്ക് ഈ ഒരു ബർത്തിൽ നിങ്ങൾ എത്ര സമയം എടുത്തു എന്നുള്ളതല്ല, ഒരുപാട് സിറ്റുവേഷൻ ആയിട്ട്, ഒരുപാട് ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് 2-3 ബർത്ത് ഉണ്ടെങ്കിലും നിങ്ങൾ അതേ സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ നിന്നൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ പോകുന്നത് ഒരേ ലെവലിലായിരിക്കാം. പക്ഷെ ഈ ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ നിങ്ങളായിട്ട് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ മെയിൻ റീസൺ ആണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു സ്പാർക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, ആ ഒരു സിറ്റുവേഷനിലേക്ക് അലൈൻഡ് ആയിട്ട് വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അതേ പാത്തിൽ കൂടെ പോയിട്ടുള്ള ആളുകളുണ്ട്, സോ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നിങ്ങളുടെ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് സൈൻ ആണ്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് അലൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ പലതും നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഡീപ്പ് ലെവലില്, കുറച്ചുകൂടി ഒരു സൈക്കിക് ലെവലില് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കുറച്ചുകൂടി എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് കൂടുതൽ നമ്മളെ സ്വയം അനലൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ലൈക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പവറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഗൈൻ നമ്പർ 8 നിങ്ങളൊരു സ്പിരിച്വൽ നമ്പർ ആയിരിക്കാം. ഓർ നമ്പർ 5 നിങ്ങൾക്കുള്ള അഗൈൻ ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങളുടെ ഉള്ളിൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സോളിനെ നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ വളരെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ യു ഗൈസ് ആർ ഓൾമോസ്റ്റ് ഓൺ ദ വേ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ഒരു ലൈക്ക് എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഓർ ജോബ് വൈസ് നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മാത്രമല്ല നിങ്ങളുടെ എൻറ്റയർ കർമ്മ ആദ്യം ചേഞ്ച് ആവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് നിങ്ങൾ ആ ഒരു പാത്തിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോസ്പെരിറ്റി ആണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ കർമ്മയിൽ ആ ഒരു പ്രോസ്പെരിറ്റി ആണ് ഉണ്ടാവുന്നത്. ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഹീൽ ചെയ്ത് നിങ്ങളെ തന്നെ റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് നിങ്ങളുടെ സോളിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ്. നിങ്ങൾക്ക് അങ്ങനെ ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളെ
കണ്ട് സംരക്ഷിക്കാൻ പറ്റുന്ന സമയത്താണ് നിങ്ങളുടെ സോൾ, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ, നിങ്ങൾ ആരാണെന്നുള്ളത്. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഒരു 10-20-25 വർഷം നിങ്ങൾക്ക് നിങ്ങൾ ആരാന്ന് അറിയാതെ നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ വീട് വിട്ട് എവിടേക്കോ യാത്ര ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലെ. സോ അത്ര ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുന്നത്. അതിന്റെ പ്രോസ്പെരിറ്റി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നതും ഗ്രേറ്റ് ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ ഓണർ ആവുക, ഓണർഷിപ്പ് ഉണ്ടാവുക, ലീഡർ ആവുക, ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർ ആവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു കഴിവാണ്. ഓക്കെ, സോ കമ്മ്യൂണിറ്റി ഇൻ ദ സെൻസ് നിങ്ങളൊരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിന്റെയോ നിങ്ങളുടെ ദേശത്തിന്റെ ഒരു ലീഡർ ആയിരിക്കാം. അത് പല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് നിങ്ങൾ വലിയൊരു കമ്പനിയുടെ, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓൾറൈറ്റ്, ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ, പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 1. സോ ഇത് നിങ്ങളുടെ സോൾ പേർപ്പസിന്റെ വളരെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഓൾറൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ. സോ അത് നമുക്ക് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നീട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്, വർക്ക് ഓൺ യുവർ സെൽഫ്. നമ്പർ 1. Hope you like this reading. Let's move to group number 2 now. Hi, group number 2. The purpose of your soul. So group number 2 നിങ്ങളുടെ സോളിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്, മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. അത് എല്ലാവരോടും. ഓക്കെ, ആ ഒരു സ്നേഹം. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സഫർ ചെയ്യുന്നതും സ്നേഹം കൊണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാം. ബട്ട് നിങ്ങളുടെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്നേഹം കൊടുക്കുന്ന പേഴ്സൺ ആണ്. വളരെ സ്നേഹം തോന്നുന്ന ആളുകൾക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹം തോന്നുന്ന ഒരു പേഴ്സൺ ആണ്. എല്ലാം സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഇമോഷൻസ് കൊണ്ട് ഡീൽ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, ആൻഡ് ആ ഒരു സ്നേഹത്തിന്റെ പല തരത്തിലുള്ള വേർഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള, പല രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളതും കഴിവുള്ള ആളുകളുമാണ് ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾക്ക് ഒരാൾക്ക് ആ ഒരു സ്നേഹം, എംപതി, കെയർ ഒക്കെ കൊടുക്കാന്നുള്ളത് നിങ്ങളുടെ ഒരു നാച്ചുറൽ ടാലന്റ് ആണ്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ ഒരു പേഴ്സണ് കൊടുക്കുന്ന ഒരു അറ്റൻഷൻ എന്നൊക്കെ പറയുന്നത്, എസ്പെഷ്യലി നിങ്ങൾ ഒരാള് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ സ്നേഹം കൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അത് ലാക്ക് ആവുന്നുണ്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫാമിലി എന്നൊക്കെ നിങ്ങൾ ആ ഒരു സ്നേഹം കൊണ്ട് എന്തെങ്കിലും ഒരു വിഷമമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആദ്യം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക. ആദ്യം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾക്കത് വേണ്ടുവോളം കെടുക്കുക. കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ഒരാൾക്കും ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രത്യേക കഴിവുള്ള ആളുകളാണ്. സോ ആ ഒരു സ്നേഹം, അത്രയും സ്നേഹം നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് കൊടുക്കാൻ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളും നിങ്ങളെ അതുപോലെ സ്നേഹിക്കാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം സ്നേഹം കൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഗ്രോ ചെയ്യാൻ. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും വളർത്തിക്കൊണ്ടുവന്ന് അത് ലൈഫ് ലോങ് കൊണ്ട് നിർത്താനുള്ള കഴിവുള്ള ആളുകളാണ് നിങ്ങള്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ മറക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനത്തെ ഒരു സീഡ് ആളുകളുടെ മനസ്സിൽ ഇട്ടിട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെ കെയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? Give thanks for the blessings of love soon come to your way. Know that you deserve to be and have all that your heart truly desires. Alright, നിങ്ങൾ സ്നേഹം ജെന്യൂൻലി ഡിസേർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. ഓൾറൈറ്റ്, സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിങ്ങൾ റിച്ച് ആയിട്ട് തോന്നുന്നതും നിങ്ങൾ അങ്ങനെ ആക്കി വെക്കുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്നതും അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും നിങ്ങൾ സ്നേഹം ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും ഡിസേർവ് ചെയ്യുന്ന, ജെന്യൂൻലി ഡിസേർവ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾക്കുള്ളൊരു
മെസ്സേജ് അതാണ്. നിങ്ങൾ ഈ ഒരു റീസൺ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങളുടെ സോളിന്റെ ഒരു വലിയൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് റൊമാൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ഒരു സോൾ ആക്ച്വലി ഒരു ജേർണിയിലാണ്, ഒരു തെരച്ചിൽ മോഡിലാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഒരു തെരച്ചിൽ യാത്രയിലാണ്. അതിന്റെ ഒരു മേറ്റിനെ കണ്ടുപിടിക്കാനായിരിക്കാം, അതിന്റെ റൊമാൻറ്റിക് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ പലപ്പോഴും ചില റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ജെന്യൂൻ കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്നുള്ളത്. കുറച്ച് സമയം നിങ്ങൾക്ക് അങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ തോന്നാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് അധികം നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് വരെ ഇതുപോലെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ സോൾ അറിയാതെ തന്നെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു മേറ്റ് ഉണ്ടായിരിക്കാം, അതിന്റെ ഒരു സോൾ, അത് അന്വേഷിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം, സോൾ ഉണ്ടായിരിക്കണം. അത് ആ ഒരു ക്രേവ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, അതിന്റെ ആ ഒരു ജേർണി ഇപ്പൊ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ജേർണി എപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. മേ ബി അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത്ര ഇന്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കണക്ഷൻ, നിങ്ങളുടെ റൊമാൻസ് ഓഫ് ലൈഫ് ടൈം, അത് നിങ്ങൾ ചില ആളുകൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ അത്ര ഡീപ്പ് ആയിട്ടുള്ള ചില കണക്ഷൻ, ലവ് ആ ഒരു വ്യക്തി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, മേ ബി നിങ്ങൾ സഫർ ചെയ്യുന്നതും ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ, അത്ര ആഴത്തിൽ സ്നേഹം തോന്നിയിട്ടുള്ള ഒരു പാർട്ട്ണർ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് മേ ബി അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ മേ ബി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പും നിങ്ങൾക്ക് പിന്നീട് ഒരു വിഷമാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുമുട്ടി എന്ന് തോന്നുന്ന സമയത്ത് അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വർക്ക് ആവുന്നത് വരെ നിങ്ങൾക്ക് ആ ഒരു ജേർണിയിൽ കൂടെ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമായിരിക്കാം. സോ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു സിറ്റുവേഷൻ അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ചില ആളുകൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യും. നിങ്ങളുടെ സോൾ ആ ഒരു റൈറ്റ് പാർട്ട്ണറെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അട്രാക്ഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അത് നിങ്ങൾക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ, നിങ്ങൾ എങ്ങനെയാണോ അതിൽ ഒരുപാട് ആളുകളുടെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ശരീരത്തിന്റെ പ്രത്യേകതയായിരിക്കാം, നിങ്ങളുടെ സോളിന്റെയും ഒരു പ്രത്യേകതയായിരിക്കാം. ഓൾറൈറ്റ്, ടിപ്പ് നമ്പർ 2, നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. ഓക്കെ, കം ബാക്ക്, വന്നിരിക്കുകയാണ്, വീണ്ടും ഈ ഒരു ബർത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോൾ ഫാമിലിയിലുള്ള ആളുകൾ മീറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ ഇന്റൻഷൻ ഉള്ള ആളുകളായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 2, ഫാമിലി, ഹോം, ഒരു വീട് കണക്ട് ചെയ്യുക. ഒരു പേഴ്സൺ, വീടെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ഒരു, നമ്മൾ പറയല്ലോ നമ്മളുടെ വൺ ആൻഡ് ഓൺലി പാർട്ട്ണർ, ആ ഒരു വ്യക്തി, ആ ഒരു സോളിനെ അന്വേഷിച്ച് അതിന്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു വീട് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നതും നിങ്ങളുടെ സോളിന്റെ ഒരു ഫ്രീഡം എന്ന് പറയുന്നതും അതാണ്. നിങ്ങളുടെ സോളിന് എല്ലാം ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കണക്ട് ചെയ്യുക എന്നുള്ളത്, നിങ്ങളുടെ ആ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറെ നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ടുള്ള സോളാണ് ഗ്രൂപ്പ് നമ്പർ 2. അത് നിങ്ങൾക്ക് എവിടെ പോകുന്ന സമയത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പ്ലസന്റ് ആണ്. വളരെ ആക്റ്റീവായിട്ട് നിൽക്കാനും അവർക്കും ഒരു വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ ഒരു സോൾമേറ്റിന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രസൻസ് കിട്ടുന്ന ആർക്കും അത്രയൊരു സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു മെമ്മറിയാണ്. നിങ്ങൾ ആരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും അവരുടെ ഒരു നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ ലൈഫിന്റെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഓരോരുത്തരും മീറ്റ് ചെയ്യുന്ന സമയത്തും, സോ നിങ്ങൾ എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരാളെയും അൺഎക്സ്പെക്ടഡ്ലി മീറ്റ് ചെയ്യുന്നില്ല. ഈവൻ വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള പേഴ്സൺ അടുത്ത് നിന്ന് പോലും നിങ്ങൾക്ക് വളരെ പഴക്കമുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പഴക്കമുള്ള സ്മെല്ല് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് മേ ബി ചില സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ആയിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകളെ അടുത്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ തലേന്ന് പോയിക്കൊള്ളണമെന്നില്ല.
ഓക്കെ, പെട്ടെന്ന് അത് വിട്ട് പോയിക്കൊള്ളണമെന്നില്ല. സോ ലൈക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടും ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓൾറൈറ്റ്, സോ ചില ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് തലവേദന ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഒരു ലൈക്ക് ജേർണിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, what's the purpose of your life? It's again a confirmation. See, പാർട്ട്ണർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് വന്നതാണ്. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിൽ സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വന്നാലും അത് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിൽ നിൽക്കാൻ. ചില ആളുകൾ വളരെ കാലങ്ങളായിട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ സോൾ മേജർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ബർത്ത് എടുത്തിട്ടുള്ള ആളുകളാണ്. അതിനൊരു പാർട്ട്ണർ കൂടെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ജേർണിയിൽ. നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ജേർണിയിൽ അത് ഒറ്റയ്ക്കല്ല, സോൾ ഒറ്റയ്ക്കല്ല, വേറൊരാളും കൂടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങളത് കണക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചെസ് ഒക്കെ കളിക്കുന്നത് പോലെ. ചെസ് നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ സാധിക്കില്ല അല്ലെ. സോ വി നീഡ് എ പാർട്ട്ണർ, റൈറ്റ്? സോ ആ ഒരു പാർട്ട്ണർ വേണം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് മാസ്കുലൻ അല്ലെങ്കിൽ സ്ട്രോങ് ഫെമിനൻ എനർജി നിങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾ ബിക്കോസ് യു ആർ ദ വെരി റൊമാൻറ്റിക് പേഴ്സൺ. ഓക്കെ, സോ സ്നേഹം എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ ഒരാളെ സന്തോഷിപ്പിക്കണം എന്നുള്ളതൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളത് കണക്ട് ചെയ്യുക നിങ്ങളൊരു റൈറ്റ് പേഴ്സൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്താണ്. നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങളുടെ ഈ ഒരു റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ സോൾ ആരെയാണോ സെർച്ച് ചെയ്യുന്നത് ആ വ്യക്തിയെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങൾ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് എത്രമാത്രം ഒരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, ഒരാളുടെ പ്രസൻസ് നിങ്ങൾ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും അങ്ങനത്തെ ഒരു റൈറ്റ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്താണ്. അതിന്റെ ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പോകുന്ന അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അത് അതിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ ചെന്ന് പെടുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം, ആളുകളെ കൊണ്ട്, റിലേഷൻഷിപ്പിനെ കൊണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഈവൻ നിങ്ങൾക്കത് വേണ്ട എന്ന് തോന്നിയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ. ഫയർ, വളരെ സ്ട്രോങ് ഫയർ എലമെന്റ് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫയർ സൈൻ ആയിരിക്കാം. ഫയർ ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഈ ഒരു റൈറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരാള് ആ ഒരു ഫയർ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ, അതായത് ഒരാള് മറ്റൊരാളെ ഗ്രേറ്റ് ആയിട്ട് അവേക്കൻ ചെയ്യുന്നത് പോലെ. ഓക്കെ, ഉണർത്തുകയാണ് എല്ലാ രീതിയിലും. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യമാണ്. ഓക്കെ, റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പ് കാരണം ഹീൽ ചെയ്യേണ്ട പല പല ലൈഫ് സിറ്റുവേഷനും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മനസ്സും ശരീരവും ഇമോഷൻസും ഒക്കെ ക്ലിയർ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടെ മനസ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ്, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം മേ ബി. ഓൾറൈറ്റ്, നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നതും പേർപ്പസ് എന്ന് പറയുന്നതും സെറ്റിൽ ആവുക എന്നുള്ളതാണ്. റൈറ്റ് ആയിട്ടുള്ള പേഴ്സന്റെ കൂടെ സെറ്റിൽ ആവുക, അതിന് അതിൻ്റെതായിട്ടുള്ള ചില എക്സ്പെക്ടേഷൻ ഉണ്ട്, എസ്പെഷ്യലി കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷനും അതാണ്. ചില ആളുകൾക്കുള്ള ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സോളിന്റെ ഒരു ബർത്ത് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാം, അവരുടെ ഒരു ഗാർഡിയൻ ആയിട്ട് നിൽക്കുക, അവരുടെ ഒരു ഹസ്ബൻഡ്, അവരുടെ ഒരു അച്ഛനായിട്ട് നിൽക്കുക, അമ്മയായിട്ട് നിൽക്കുക, ഒരു സ്ട്രോങ് ഫെമിനൻ മാസ്കുലൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ ആണ്. അത് നിങ്ങളിൽ മാത്രമല്ല അല്ലെ, വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ അത് ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരാൻ സാധിക്കുള്ളൂ. സോ നിങ്ങളുടെ ആ ഒരു സോളിന്റെ ഇന്റൻഷനിൽ, പേർപ്പസിൽ വേറൊരാളും കൂടെ ഇൻവോൾവ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങളുടെ വൺ ഓഫ് ദ പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, കാരണം മെയിൻ ആയിട്ട് നിങ്ങൾ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ്, ലവ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ
കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അതൊരു ആവേശമാണ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ആവുന്നത്. നിങ്ങൾ വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാരന്റോ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ്, വൈഫ്, പാർട്ട്ണർ, ലവർ, റൊമാൻറ്റിക് പാർട്ട്ണർ ഒക്കെ ആവും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. മേ ബി ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് പാർട്ട്ണറെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം. കാരണം ഒരാൾ മറ്റൊരാളിലേക്ക് ആ ഒരു ഫയർ സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ, ആ വ്യക്തിയെ കാണുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇന്റൻസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇത്ര വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവർ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ബാക്കി ചില കാര്യത്തിൽ കൂടെയൊക്കെ നിങ്ങൾ പോയതിനു ശേഷമായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു മിഡ് ഏജിലായിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ ഒരു പോയിന്റിലായിരിക്കാം, നിങ്ങൾ വിട്ടുപോയിട്ടുള്ള സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് എ സ്പിരിച്വൽ കണക്ഷൻ, സ്പിരിച്വൽ ഗ്രോത്ത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ, പേർപ്പസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്, സ്ട്രെങ്ത് ആണ്. ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതുപോലത്തെ ചില സിറ്റുവേഷൻസിലേക്കും റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയത്തും കൂടിയാണ്. ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും. അതിന്റെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, സോ മേ ബി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സോളിന്റെ വലിയൊരു ഡിസയർ ആണ്, പേർപ്പസ് ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, കാരണം നിങ്ങൾ ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ സോൾ ഫാമിലി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങൾക്ക് അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പാർട്ട്ണർ നിങ്ങൾ പഠിപ്പിക്കും എങ്ങനെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. എസ്പെഷ്യലി റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചു തരും, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അത് ലൈക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി അത് കമ്മിറ്റ്മെന്റിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, സെറ്റിൽ ചെയ്യാണ് അവിടെ. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ച് ഈ വ്യക്തിയുടെ കൂടെ സെറ്റിൽ ആവാം. ഓക്കെ, അത് മേ ബി നിങ്ങൾ ഫാമിലി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചു തരും എങ്ങനെ പ്ലേ ചെയ്യണം ദ ബെസ്റ്റ് റോൾ ഇൻ യുവർ ലൈഫ് ആസ് എ ലവർ, ആസ് എ പാർട്ട്ണർ, ആസ് എ ഹസ്ബൻഡ് ഓർ എ വൈഫ്. strong feminine. വളരെ സ്ട്രോങ് ഫെമിനൻ ആൻഡ് സ്ട്രോങ് മാസ്കുലൻ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഫെമിനൻ പേഴ്സൺ, ഓക്കെ, അല്ലെങ്കിൽ ഫെമിനൻ എനർജി, ഇപ്പൊ നിങ്ങളാണ് അതെങ്കിൽ ആയിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു പാർട്ട്ണറെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാസ്കുലിൻ ആണെന്നുണ്ടെങ്കിൽ, മാസ്കുലിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ, ഈ സ്ട്രോങ് ഫെമിനൻ നിങ്ങൾ പഠിപ്പിച്ചു തരും എന്താണ് നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങൾ എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് പഠിപ്പിച്ചു തരും. ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്, കമ്മിറ്റ്മെന്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓർ കമ്മിറ്റ്മെന്റ് എന്താന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത്, നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ലൈക്ക് വേറെ ഒന്നിലും നിങ്ങളുടെ ശ്രദ്ധ പോകില്ല. ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. റൈറ്റ് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫയർ, നിങ്ങളുടെ ഡിസയർ. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 2. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey, group number 3, the purpose of your soul. സോ എന്താണ് നിങ്ങളുടെ സോളിന്റെ പേർപ്പസ്, ഇന്റൻഷൻ നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3. സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് എന്തെങ്കിലും സോൾ കോൺട്രാക്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, സോളിന് എന്തെങ്കിലും സ്ട്രോങ് ഇന്റൻഷൻ ഉണ്ടായിരിക്കാം. അത് എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായി ആയിക്കൊള്ളണമെന്നില്ല. സോ ലൈക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മിഷൻ പോലെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനോ കാര്യങ്ങളോ ആയിരിക്കാം. എസ്പെഷ്യലി കമ്മ്യൂണിറ്റി, റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സർവീസ് ആയിരിക്കാം. കാരണം നിങ്ങൾ
കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പല സിറ്റുവേഷൻ ആയിട്ട് പല ആളുകളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അതേ പേർപ്പസ് ഉള്ള ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസ് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടു ദ വേൾഡ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു ടീം വർക്ക് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ഒരു ലൈഫ്, നിങ്ങളുടെ സോൾ ഇന്റൻഷൻ, സോൾ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വർക്ക് പോലെയാണ്, ടീം വർക്ക് പോലെയാണ്. ഓൾറൈറ്റ്, അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒരേ സ്ട്രോങ് സോൾ ഇന്റൻഷൻ പേർപ്പസ് ഉള്ള ആളുകള് ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിരിക്കാം. Let's see, manifesting miracles. Your dream is soon to become reality. Trust your heart and continue to follow its guidance. So, ഈ ഒരു birth, ഈ ഒരു soul intention, നിങ്ങളുടെ ഈ ഒരു സോൾ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷ് കം ട്രൂ, ഡ്രീം കം ട്രൂ സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഒരുപാട് റിയലൈസേഷൻ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ പേർപ്പസ് എന്താന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ വളരെ ഫെയിമിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, വളരെ ഫേമസ് ആയിട്ട് വരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആളുകളായിരിക്കാം, ആളുകൾ പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകളായിരിക്കാം, ഡോക്ടേഴ്സ്. ഓക്കെ, സോ നിങ്ങളുടെ സർവീസ്, സ്പെഷ്യലി നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സർവീസ് ആയിരിക്കണം നിങ്ങൾ സെൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു എസ്പെഷ്യലി നിങ്ങളുടെ സർവീസ് നിങ്ങളെ തന്നെയാണ് ആക്ച്വലി കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ വളരെ ഫെയിമില് നിൽക്കേണ്ട ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. അത് നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ അല്ല. നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഈ ഒരു ഫെയിം, നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ എന്താണോ അത് നിങ്ങൾ ഒരുപാട് ഫെയിമിൽ കൊണ്ടെത്തിക്കും, ലോകത്തിലേക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കും. നിങ്ങളൊരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിങ്ങളൊരു പ്രോമിസ് ആണ്, ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രോമിസ് ആണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത് പോലെ ചില ആഗ്രഹങ്ങളെ നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. ചിലത് നമ്മളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, അത് നാച്ചുറലി അവിടെ തന്നെ ഈവൻ നമുക്ക് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രോങ് ആഗ്രഹത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ. മേ ബി ലൈക്ക് നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ലൈഫിൽ പോയിട്ടുള്ള വഴികളായിരിക്കാം, നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ സ്റ്റേജ് ആയിരിക്കാം, നിങ്ങളുടെ ഫെയിലിയർ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 3. ഐ നോ ദാറ്റ് നിങ്ങളുടെ ലൈഫ് അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല. പല ആളുകളും പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ എന്താന്ന് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ. ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്റ്റാർട്ട് സീഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഡിവൈൻലി ഒരുപാട് കണക്റ്റഡ് ആണ്. ആൻഡ് സി ലൈക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റർ. നിങ്ങൾ ഫിസിക്കലി മെന്റലി ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ പെട്ടെന്നൊന്നും ആളുകൾക്ക് ഡൗൺ ആക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഒരു സിറ്റുവേഷനും നിങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. നിങ്ങൾ തീയിൽ കുറുത്ത് വളർന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഏത് വെയിലത്തിട്ടാലും മുളച്ചു വരുന്ന ആളുകളാണ് നിങ്ങളുടെ സോൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി. നിങ്ങളുടെ ജേർണി, നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജോബൊക്കെ ചെയ്ത് വന്നിട്ടുള്ള പല ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരിക്കാം. ആൻഡ് നിങ്ങൾക്ക് പവർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഈസി ഇല്ലാത്ത കാര്യങ്ങള് ലൈഫിൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. മൂൺ എനർജി, സൺ എനർജി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പർപ്പസ് ഓഫ് യുവർ ലൈഫ് ഗ്രൂപ്പ് നമ്പർ 3. എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ്? സോ എന്തൊക്കെയോ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബർത്തിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സോളിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് പെർഫോം ചെയ്യാനുണ്ട്. വെയിറ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വെയിറ്റ് ചെയ്യാണ്. ഓൾറൈറ്റ്, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു കാര്യത്തിലേക്ക്, നിങ്ങൾ എന്ത് കാര്യം നിങ്ങളുടെ പേർപ്പസിലേക്കാണ്, നിങ്ങളുടെ പാഷനിലേക്കാണ്, എന്ത് കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഇൻവിസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ അങ്ങനെ നിൽക്കുന്ന ലൈക്ക് അമ്മ അച്ഛൻ പോലത്തെ ആളുകളായിരിക്കാം, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് വെളിച്ചം കാണിക്കുന്നുണ്ട് മുന്നോട്ടുള്ള വഴിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ലൈഫിലേക്കുള്ള ഒരു
വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, വെളിച്ചം കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും പ്രശസ്തിയിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും കാര്യം തന്നെയാണ് നിങ്ങളുടെ ഒരു ലൈഫ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു സർവീസ് ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും യൂണിക് ആയിട്ടുള്ള ടാലന്റ് ആയിരിക്കാം ചില ആളുകൾക്ക്. സോ നിങ്ങളുടെ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫാമിലിന്ന്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിന്ന്, നിങ്ങളുടെ റിലീജിയൻ എന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട, ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് വരണം, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര ഒരു സിറ്റുവേഷൻ, ഇത്ര വിയേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇത്ര യൂണിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ട് എന്റെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് യു ആർ യുണീക്ക്, നിങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ജേർണി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ചില സമയത്ത് നിങ്ങളുടെ കൺട്രോളിലല്ല പോകുന്നത്, നിങ്ങള് ലൈഫ് വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു ലെസൺ ആയിരിക്കാം, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ. ഓക്കെ, സോ ലൈക്ക് എല്ലാവരും ഒരു ടൈമിൽ എല്ലാവരും പോകുന്ന ഒരു ജേർണിയിൽ കൂടി ആയിരിക്കില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്, സോളിറ്റ്യൂഡ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഫോർ ദ ഗ്രേറ്റ് അവേക്കനിങ്. ഓക്കെ, സോ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങൾ നിങ്ങൾ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ഫാമിലി വൈസ്, ഫൈനാൻഷ്യൽ വൈസ്, നിങ്ങൾ ജോബ് വൈസ്, നിങ്ങൾ സ്വയം ആണെന്നുണ്ടെങ്കിലും. പക്ഷെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളൊരു സെർച്ചിങ് മോഡ് ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ സന്തോഷമായിട്ടോ ഒരു ക്രേവോട് കൂടിയിട്ടോ ആങ്സൈറ്റിയോട് കൂടിയിട്ടോ സെർച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളുടെ സോളിന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആവുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്താന്ന് മനസ്സിലാവാത്തൊരു സമയത്ത്, ഡയറക്ഷൻ കിട്ടാത്തൊരു സമയത്ത്, നിങ്ങളുടെ പേർപ്പസ് എന്താന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു ഗൈഡൻസ് ഏഞ്ചൽസ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സ്, ഓർ നിങ്ങൾക്ക് ആരാണ് ഒരു ഗൈഡൻസ് തരുന്നത്, അവരെ കൂടുതൽ കണക്ട് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്, അല്ലെങ്കിൽ നൈറ്റ് ടൈം. ഓക്കെ, and what I can hear is നിങ്ങൾക്ക് ചില ബാഡ് കർമാസ് നിങ്ങൾ എറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഒരു റിലീജിയന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം. വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ സോൾ? ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് യു ആർ എ മജീഷ്യൻ. ഓക്കെ, സോ നിങ്ങളൊരു എക്സ്പേർട്ട് ആണ്, എസ്പെഷ്യലി ഇൻ മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ മിറാക്കിൾ, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ മാജീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാജീഷ്യനെ പോലെ ആയിരിക്കാം, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾ നല്ലൊരു ലീഡർ ആയിരിക്കാം. ഓക്കെ, നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം, നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കാം മറ്റുള്ള ആളുകൾക്ക്, നല്ലൊരു മാനിപ്പുലേറ്റർ ആയിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 3, അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ അല്ലെങ്കിൽ ആർക്കൊക്കെയോ ചെയ്തിട്ടില്ല, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, അവരുടെ ഒരു ബാഡ് കർമ്മ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അത് തിരുത്തി എഴുതുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്നേഹം കൊണ്ട്, നിങ്ങളുടെ ആക്ഷൻ കൊണ്ട്, നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ട് നിങ്ങൾ വ്യത്യസ്തരാണ്. എസ്പെഷ്യലി നിങ്ങൾ ജനിച്ചു വളർന്നിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ സോൾ എസ്പെഷ്യലി രാത്രി ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ സോളിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. എസ്പെഷ്യലി രാത്രികളിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പല ഏരിയാസിൽ നിങ്ങൾ ഒരു മിറാക്കിൾസ് കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ആളുകൾ വിചാരിക്കും നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ എക്സെപ്ഷണൽ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, എങ്ങനെ വീണാലും 4 കാലിലെ വീട്, അല്ലെങ്കിൽ എല്ലാം നല്ല റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് സംഭവിക്കുക. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം എല്ലാം ഈസി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരിക്കാം സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്,
സോ നിങ്ങളുടെ ലൈഫിനൊരു കുറവ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഡെഫിനറ്റ്ലി ഒരു കുറവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഗ്രൂപ്പ് നമ്പർ 3. അത് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ലൈഫിൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ ഒരു സോൾ പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടീം വർക്ക് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സോൾ ഫാമിലി, നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ ഹാർമണി ആയിട്ട് നിങ്ങൾ ഒരുങ്ങി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹാർമണി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക, ആ ഒരു ഐക്യം കൊണ്ടുവരിക എന്നൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾ ഇന്റൻഷൻ ആയിട്ട് ബർത്ത് ചെയ്തിട്ടുള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾ ബർത്ത് ചെയ്തതിനെ ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡിവൈൻ ഇസ് വിത്ത് യു. ഓക്കെ, യൂണിവേഴ്സും അതിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ പല ആക്ഷൻസും, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ യൂണിവേഴ്സിന്റെ ഒരു ഇന്റൻഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും അത് നിങ്ങളായിട്ട് ചെയ്തു വെക്കുന്നതല്ല, നിങ്ങൾ അനുഭവിക്കേണ്ടതോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ല നല്ല കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഒറ്റയ്ക്കല്ല. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ലൈഫ് ഫുൾ ഓഫ് സർപ്രൈസ്, സം ടൈം ഫുൾ ഓഫ് മിറാക്കിൾസ്. ഓക്കെ, സോ നിങ്ങളത് ഓരോ ഏരിയാസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ ഇന്റൻഷൻ ഉള്ള ആളുകളാണ്. ആൻഡ് നിങ്ങൾ വളരെ സ്ട്രോങ് ആവുന്നത് നിങ്ങളത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേടിയുള്ള ആളുകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു മാനിപ്പുലേറ്റർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ പേടിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ, ചില കാര്യങ്ങൾ അത് ധൈര്യം പ്രിറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നയിക്കാൻ, ലൈഫ് മുന്നോട്ട് നയിക്കാൻ, സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ ധൈര്യം പ്രിറ്റൻഡ് ചെയ്ത് നയിക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങൾ മുന്നേ നിൽക്കേണ്ടത് നിങ്ങളുടെ പിറകിലുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളൊരു പ്രോമിസ് ആണ് ആളുകൾക്ക്, ടു ദ വേൾഡ് നിങ്ങളൊരു പ്രോമിസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഫീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വിത്ത് നോളേജ്. ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 it's again a confirmation, third eye chakra. ഓക്കെ, ഒരു ഗ്രേറ്റ് അവേക്കനിങ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റാർ സീഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സോളാണ്, വളരെ സ്ട്രോങ് സോൾ ഇന്റൻഷൻ ഉള്ള ആളുകളാണ്, ബേസ് ഉള്ള ആളുകളാണ്, ബേസ് ഉണ്ടാക്കി എടുക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾക്ക് നല്ല പല ആളുകളുടെ ലൈഫിൽ ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പല കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഐഡിയാസ് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേൾഡിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ടെല്ലിംഗ് ലൈക്ക് കുറച്ച് ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാന്നുള്ളത്, കാരണം നിങ്ങൾ വളരെ കൂടുതൽ പ്രശസ്തിയിലേക്ക് വരുന്ന ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. അത് നിങ്ങളുടെ സോളിന്റെ ഒരു ഇന്റൻഷൻ ആണ്. ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, ഒരുപാട് അറിവുള്ള ആളുകളാണ്. പഴയ കാര്യങ്ങളൊക്കെ, എത്രയോ പഴക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് ഒന്നുകിൽ നിങ്ങളുടെ പഴയ തലമുറ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കണം. ഒരുപാട് ഗ്രന്ഥങ്ങൾ പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് അറിവ്, ഓക്കെ, പഴയ കാര്യങ്ങൾ ലൈക്ക് ട്രഷർ. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആന്റിക് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പഴയ പുരാതനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെയോ ഒരു പുറമേട്ട് പോയിട്ട് അതിന്റെ ഒരു വേരൊക്കെ നോക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് എന്താണ്, എവിടുന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങള്, മേ ബി ലൈക്ക് നിങ്ങൾ അതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഒരു കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ എന്താന്നുള്ളത്, റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.